കുറേ നാളുകൾക്ക് ശേഷമാണ് ദൂരെ ഒരു കല്യാണം കൂടാൻ പോകുന്നത്. പണ്ടൊക്കെ കല്യാണം കൂടാനൊക്കെ പോകാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അത് ദൂരെ നിന്നും കൂടെ കേട്ട് കഴിഞ്ഞാൽ ഡബിൾ എക്സൈറ്റഡ് ആണ്. കാരണം ടൂറിസ്റ്റ് ബസ്സിലെ യാത്ര, അതിലിടുന്ന സിനിമയൊക്കെ കണ്ട് വൈബ് അടിച്ച് പോകാൻ. ഞങ്ങൾ പോയ ബസ്സിലും സിനിമയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ആ പഴയ നൊസ്റ്റാൾജിയാണ് ഓർമ്മ വന്നത്. ഇപ്പം ഞാനങ്ങനെ പൊതുവേ കല്യാണം ഇങ്ങനെയുള്ള ഫംഗ്ഷനൊന്നും കൂടാൻ പോകാറില്ല. കൂടുതലും അടുത്ത ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണത്തിന് മാത്രമേ പോകാറുള്ളൂ. ഇത് പിന്നെ നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ ആയിരുന്നു. അതുമാത്രമല്ല, അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറേയധികം കാഴ്ചകളുണ്ട്. കാരണം ഓൾറെഡി ഞാൻ ഇവിടുത്തെ എൻഗേജ്മെൻറ്റിന് വന്ന സമയത്ത് ഭയങ്കര ക്ലൗഡി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് അവിടുന്ന് മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ ഇത് ഒടുക്കത്തെ ചൂടായത് കാരണം ഒട്ടും ഒരു രസം തോന്നിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അകത്ത് വന്ന് കല്യാണമൊക്കെ കണ്ടു. അതിനുശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി താഴോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓരോ സ്ഥലത്തും ഫുഡിൻ്റെ കൂടെ ഓരോ വിഭവങ്ങളൊക്കെ വിളമ്പുന്ന പോലെ ഇവിടെ ചില്ലി ഫ്ലേക്സ് വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ കൊണ്ടാട്ടം മുളകൊക്കെ വിളമ്പുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അതുകൊണ്ട് ദുഷ്ടത്തിൽ ചതിച്ചിയാണ് ഈ സാധനം. ഞാൻ കുറച്ചെടുത്തപ്പോഴത്തേക്കും നല്ല ടേസ്റ്റിന് എടുത്ത് വായി വെക്കാൻ. മുളക് എരിവാന്ന് എനിക്കറിയാം, പക്ഷേ വെള്ളം പോലും കിട്ടിയില്ല. അവളാണ് ഇവിടെ ചതിച്ചത്, ഇവളാണ് എന്നെ ചതിച്ചത്. കിട്ടിയാ ഞാൻ കുറച്ചേ എടുത്തോളൂ. അത് നല്ല ടേസ്റ്റ് എടുത്തെടുത്ത് വാങ്ങി. നമുക്ക് മാത്രമല്ല അവിടെ ഇരുന്ന എല്ലാവർക്കും ആ മുളക് നല്ല പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. എൻ്റെ ഇല കാണാനാണെങ്കിൽ മുളകിൻ്റെ പല വെറൈറ്റീസോ സംഭവങ്ങൾ നിരത്തി വെച്ച പോലായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ആർക്കും നടക്കാനൊന്നും വയ്യ. ആ ചൂടും കൂടെ ആയിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ വണ്ടി എടുക്കലോട്ട് വരാൻ നേരത്താണ് അവിടെ ഈ തൂക്കുപാലത്തിൻ്റെ ഒരു മോഡലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് പിന്നെ നമ്മൾ വണ്ടിയിൽ കയറി. ഒടുക്കത്തെ ചൂടായിരുന്നു. ചെന്നപാടെ ചേച്ചിയൊക്കെ ഉറങ്ങി എങ്ങനെയൊക്കെയോ സഹിച്ച് വീട്ടിലെത്തി.